എന്തേ ഇന്ന് ലേറ്റായോ? എണ്ണയൊക്കെ ഉണങ്ങി തുടങ്ങിട്ടോ. മോളെ ദാ വരുന്നു. അങ്കിളെ പോട്ടെ. ശരി മോളെ. വേഗം വാ. ടൈം ആവുന്നല്ലോ അമ്മ. എന്ത് രസാ അമ്മയും മോളും പോകുന്ന കാണാൻ. നോക്കടാ നോക്കടാ നോക്ക്. ഏതാ സാധനം അമ്മേ? എന്റെ മോനെ ഏതാടത്? നല്ലൊരു മുതലാണല്ലോ. നിങ്ങളെന്താ പെണ്ണുങ്ങളെ കണ്ടില്ല? ഇവിടെ ഒന്നും കണ്ടു പരിചയമില്ലല്ലോ. അതെന്നടാ ഇങ്ങനെ വായി നോക്കിക്കണ്ടോ? ഈ നല്ല ഹിമാർ തന്നെയാണല്ലോ. അത് നമ്മളെ പട്ടിണി വീട്ടില് കുട്ടികൃഷ്ണനാരെ വീടിന്റെ അടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ടീമാന്ന്. പട്ടിണി വീട്ടിലോ? ആന്ന്. പണ്ട് പട്ടിണി നടക്കുന്ന ആൾക്കാരെ പട്ടിണി മാറ്റുന്ന തറവാട്ടുകാരെ ഇനി ഒരു ലാസ്റ്റ് പട്ടിണി മാറ്റി മാറ്റി ഓരോ തറവാട് ഇപ്പൊ പട്ടിണിയായി. ചേച്ചി നാട്ടു പുതിയതാ? എടാ ചിരിച്ചടാ മോനെ, പോണ പോക്ക് കണ്ടടാ. മോളെക്കാൾ സൂപ്പറായിട്ട് അമ്മ. അതിന് മോളെവിടെ? മോളല്ലട മുമ്പ് പോയത്. അമ്മനെ കണ്ടപ്പോ മോളെ ശ്രദ്ധിച്ചതേ ഇല്ലട്ടോ. അല്ല ഭർത്താവില്ലേ? ഭർത്താവ് എന്തായാലും പുരയിലില്ല. അവിടെ ഓരോ രണ്ടാളും മാത്രമേ ഉള്ളൂ. ഭർത്താവ് ചിലപ്പം ഗൾഫിലായിരിക്കും. ഓൻ എങ്ങനെ അവിടെ മനസമാനത്തോടെ നിക്കാൻ പറ്റാ? എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് തോന്നണ. അതെ, എല്ലാരും കൂടെ കേറി മുട്ടാൻ നിൽക്കണ്ട. ആർക്കും കിട്ടൂല. ഏതേലും ഒരാൾ മുട്ടുക. ആ ഒരാളാരാ? ഞാൻ ഞാൻ നിങ്ങൾ മൂന്നാളൊരു മുട്ടണ്ട, മൂഞ്ചി പോവും. എന്നാലേ നിങ്ങള് മൂഞ്ചി വരി, ഞാൻ മുട്ടി വരാം. അല്ല വേണ്ട, നമുക്ക് നറുക്കിട്ട് തീരുമാനിക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരിക്കും നറുക്കിന്റെ ആവശ്യമൊന്നും ഇല്ലേ? അപ്പൊ അങ്ക് കിട്ടു, കാത്തുന്നോ. എടാ നമ്മള് വിചിത്ര മെസ്സേജ് ഉണ്ടല്ലോ. എടാ ഞാൻ രാത്രി നാട്ടിലേക്ക് കേറാണ്. ഓക്കെ എന്ന് പറയടാ. എന്ത് ചോദിക്കാനുണ്ടോ? ഞങ്ങള് നാളെ രാവിലെ 9 മണിയാകുമ്പത്തേക്ക് വിമാനത്താവളത്തിന്റെ മുമ്പിലെത്തും. പിന്നെ കുപ്പി എടുക്കാൻ മറക്കണ്ട. അതെ അപ്പൊ ഓനെ കൂട്ടാൻ കാറ് വേണ്ടി വരില്ലേ? എന്നാല് പാപ്പനെ കാർ എടുക്കാം. അതാ നല്ലേ. അപ്പളേ നാളെ രാവിലെ 9 മണിക്ക് മറക്കണ്ട. ഓക്കെ ഓക്കെടാ ഓക്കെ. അപ്പൊ പൈസയോ? പൈസ എടുത്തോ, ലാസ്റ്റ് കണക്കാക്കിയാ പോരെ. പിന്നെ 10 മണിയാകുമ്പോ വിജയ് എയർപോർട്ടിലെത്തും. വെറുതെ തിരിച്ചടിച്ച് സമയം പോക്കണ്ട, വേഗം പോര്. ഇല്ലില്ല വാ. എടാ പോവാ, വണ്ടി എടുക്ക്. എവിടെ പോയി കിടക്കണേ? എത്ര നേരെ കാത്തുക്കുന്നു. എന്റെ മോനെ കുമാരേട്ടന്റെ വീട്ടിൽ പോയി. കുമാരേട്ടൻ അറിയില്ല, കുമാരേട്ടന്റെ ഏട്ട ഹോസ്പിറ്റലാകാൻ പോയി. സാധനം കിട്ടിയോ? കിട്ടി. എന്നാ പിന്നെ വണ്ടി കയറി കേറാൻ നോക്ക്. എന്താ ചെങ്ങ ഇതാരത്? പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ, വിജയ്, ഞങ്ങൾ എയർപോർട്ടെത്താനായി. വണ്ടി കളിച്ചോളിട്ടോ, ഞാൻ വീട്ടിലെത്തി. ഈ വീട്ടിലെത്തിയോ? ഞങ്ങളെ കാണാഞ്ഞിട്ടേ ആണോ? വിളിച്ചു പോന്നിട്ടോ. രാത്രിയാ ഗല്ലിയിൽ വെച്ച് കാണാം. നോക്കേ എന്നാ ആയിക്കോട്ടെ. എടാ ഓൻ വീട്ടിലെത്തിയും പോലെ നിങ്ങൾ അലാക്കിലൊരു വെള്ളടി. ഇപ്പൊ അങ്ങനെയായില്ല. നമ്മളോനെ കൂട്ടാൻ പോകാൻ വളരെ മോശമായി പോയിട്ടോ. മോശമായി പോയി. ചോദിക്കാനെന്താ? നീയിപ്പോ എന്താ ചെയ്യാ? എന്തായാലും രാത്രി ഗല്ലിന്ന് കാണാറുണ്ട്. ആണോ? ഈ വണ്ടി എടുക്കുക. പോവാ. ശരി. എടാ മുത്തേ, വിളിച്ചപ്പോ വരാൻ കഴിഞ്ഞില്ലല്ലോ. ഇപ്പൊ സാധനം കണ്ടപ്പോ എന്താ എന്തൊക്കെയാടാ, എത്രയാടാ കണ്ടിട്ട്. എടാ എനിക്ക് ലീവ് പറയണ്ടോ? കഷ്ടിച്ച് 2-3 മാസം ഉണ്ട്. എന്തായാലും വീട്ടവിടുന്ന് എന്തിനു പറയുന്നു? ഫുൾ ടൈം കാരക്ക ജ്യൂസ്, അണ്ടിപ്പരിപ്പ്, ബദാം, ഫുൾ ടൈം ഡ്രൈ ഫ്രൂട്ട്സ് അല്ലേ. ചോറൊക്കെ കുറെ അതാ ഇങ്ങനെ കരിയാഴ്ച പോയതില്ലേ? നിന്റെ സാധനം അങ്ങനെ ഓൻ കുടിക്കണ്ട. ചൂടാവലടെ ഇരിക്കടാ. കാര്യൊക്കെ ശരി. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എല്ലാ കൊല്ലവും ലീവിന് വരുമ്പോഴേ പെണ്ണ് കാണിച്ചു തരല്ലാതെ പിന്നെ അതിനെപ്പറ്റി ഒരു വിവരം ഉണ്ടാവില്ല. അതുകൊണ്ടേ ഈ പ്രാവശ്യമെങ്കിലും ഈ ലീവിന് ഇന്നെ ഒന്ന് കെട്ടിച്ചേരണം. അധികം മുടങ്ങി പോകുന്നതേ അന്റെ ഹൈറ്റിന്റെ പ്രശ്നം കൊണ്ടാടോ.
ഈ പ്രാവശ്യം ഞങ്ങൾ നടത്തും. ചെലവുണ്ടാവും. പൈസ എനിക്കൊരു വിഷയല്ല, അത് എത്ര ഞാൻ പൊട്ടിക്കും. അല്ല എനിക്കിപ്പോ എന്താ ഒരു കുഴപ്പം? ഞങ്ങൾക്കൊരു കുറവില്ല. ചിരി ഐറ്റിന് കുറവുണ്ടോ? ഇപ്പോഴാണെങ്കിലേ അധിക രക്ഷിതാക്കൾക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ മതി. ആ ഓർക്കാണെങ്കിലോ കഷ്ടിച്ച് 60,000 ശമ്പളം, എനിക്കോ 2 ലക്ഷം ഉറുപ്പ്യ ശമ്പളം. 2 ലക്ഷം ഉറുപ്പിയായി. എല്ലടാ അനക്കെന്നാ ആരും പ്രേമിച്ചോട് നിശാ. അതെന്നെ പ്രേമിക്കണെങ്കിലേ താടി നീട്ടി മുടി വളർത്തി കഞ്ചാവ് വലിച്ചിറക്കണം. അങ്ങനത്തെ ചെക്കന്മാരാണല്ലോ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ അധികം ഇഷ്ടം. ഓർക്കാണെങ്കിൽ അപ്പൊ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും വേണ്ട. അതാണടപ്പ ട്രെൻഡ്. ഈ കണ്ടില്ലേ, ഓന്റെ കയ്യിൽ ഒരു സീറ്റ് പൊന്തിയ ബൈക്കും ഉണ്ടാവും, ഒരു ഐഫോണും ഉണ്ടാവും. ഉണ്ടോ? എന്തേ ഇതിന്റെ ഐഫോണല്ലേ? ബൈക്കിൽ പിന്നെ ആൾക്ക് കാലെത്തൂല്ലോ അല്ലേ? ചവിട്ടി ഞാൻ കൂട്ടു. വിജയേ ഈ ടെൻഷൻ അടിക്കണ്ട, ഇമ്പക്ക് വഴി ഉണ്ടാക്കാം. ഇതൊക്കെ അടിച്ചാ പറയണല്ലേ, കെട്ടിറങ്ങി കഴിഞ്ഞാ പിന്നെ എന്നെ പറ്റി ഒരു വിചാരം ഉണ്ടാവില്ലോ. ഷിബോ അങ്ങോട്ട് വാ പറയട്ടെ. ആ വിജിത്ര രീതി നതാണ്ട് പിടിപ്പിക്ക്. കരള് വാടി പോടാ. എന്താടാ കാര്യം? എടാ നമ്മളെ സജിതേച്ചില്ലേ? ഏത് സജിതേച്ചി? ഇമ്പൾ ഇന്നലെ രാവിലെ ബസ് സ്റ്റോപ്പ് കണ്ടില്ലേ? ആ സൂപ്പറാണ്, അത് മതി. അതല്ലടാ, മൂപ്പത്തിന്റെ മോളില്ലേ, ആ അത് ഓനൊന്ന് കാണിച്ചു കൊടുത്താലോ? അടിപൊളി. ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലേ ആ വീടായിട്ട് ഉമ്മക്കൊരു ബന്ധം ഉണ്ടാവും ചെയ്യും. അതന്നെ. പിന്നെ ഇമ്പക്ക് ഇടക്കിടക്ക് അങ്ങോട്ട് പോവും ചെയ്യാ. അത് നമ്മളെ വീടായല്ലോ. ഇമ്പക്കൊരു കളി കളിക്കുക. ഈ വാ വിജയ, ആ ഈ കുട്ടി എങ്ങനെ ഉണ്ടറാ? ഇതടിച്ചു പൊളി കുട്ടിയാണല്ലോ. കിട്ടുവോ? കിട്ടോന്നോ? എല്ലാം എനിക്ക് കല്യാണം കഴിക്കാൻ കിട്ടുമെന്നോ? നോക്കട്ടെ. ആ ഇത് ഇന്നലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കണ്ട ചേച്ചിന്റെ മോളല്ലേ? ഇത് സെറ്റാട്ടോ. ഇത് ഇവിടെ എടുത്താടാ. തന്നെയാ? നേരാവണ്ണം ചോദിച്ചവര് തരില്ല. ഇമ്പക്കൊരു കളി കളിക്കേണ്ടി വരും. 1 കിലോ എരുള്ള ബിസ്ക്കറ്റ്, 1/2 കിലോ ചെറിയ ജിലേബി, 2 മുളം മുല്ലപ്പൂ. നാളെ രാത്രി എന്റെ കല്യാണം. നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത്? ഞങ്ങള് പറഞ്ഞിട്ട് കേട്ടാ മതി. വാ. അതെ, ഈ അകത്ത് കയറുക, വാതിൽ കുറ്റിയിട, ഒറ്റ നിലവിളി. അല്ല വല്ല കുഴപ്പമുണ്ടാവോ? ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഈ കാര്യങ്ങൾ നമ്മളല്ലാതെ ഒരൊറ്റ കുട്ടികൾ അറിയരുത് കേട്ടോ. ഓക്കെ ഓക്കെ സെറ്റ്. സെറ്റ്. എല്ലാരും ഓണായില്ലേ? പിന്നെ വിചിത്ര ഇന്നലെ ലേശം ഓവറായി കേട്ടോ. ഒന്ന് വിളിച്ചു ചോദിക്കാളുണ്ടേ. പിന്നെ അന്ന് രാത്രി 7 മണിക്കാണ് പറഞ്ഞത്. ബാക്കിയൊക്കെ പറഞ്ഞ പോലെ. പിന്നെ വരുമ്പോഴേ മാലെടുക്കാൻ മറക്കണ്ട. ഓക്കെ. ആരാണ്ട് ഈ വഴിന്റെ നടുക്കൊണ്ട് വായിച്ചിട്ട്? അതിർത്തി തർക്കാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം തീരുമാനം എടുക്കേണ്ട ഇതാണ്. വിജയ, ഇതാണ് വീട്. ഭാഗ്യമുണ്ട് മോനെ, വാതിൽ ചാരിയിട്ടിട്ടേ ഉള്ളൂ. സുഖമായിട്ട് കയറിക്കോ. എടോ എന്റെ കൈ കാല് വരക്കിണ്ട. ബേജാറാണ്ടറ, ഞാനുണ്ടോ എന്റെ കൂടെ. ഇന്ന് എന്റെ കല്യാണം നടന്നിരിക്കും. നടക്കാണ്ട് ചെല്ലടോ അവിടുന്ന്. എടാ നിങ്ങള് പോവല്ലേ, അവിടെ തന്നെ നിക്കണേ. ഞങ്ങൾ ഇങ്ങോട്ട് പോകാനാണ്. അയ്യോ, പ്രേതങ്ങോട്ടുള്ള വീടാണപ്പത്. ഏതായാലും വായിലാണ്ട് അടച്ചാളാം. ആരില്ലല്ലോ. ഹായ്. പോയോ? ഓന്റെ സ്ഥിരം പരിപാടി അത്. നമുക്ക് ഓടിയാലോ? പോടാ, നടക്കണം. ആരോ കീരിയുണ്ട്. 2 പെണ്ണുങ്ങളുടെ വീടാ. നിങ്ങൾ കണ്ടിന്യോ? ഞാൻ കണ്ടില്ല. അല്ല, ഇവിടെ ആരാ മരിച്ചേ? മരിച്ചതല്ല, ഉള്ളിൽ ആള് കയറിക്കണ്. മറിക്കേ എന്തെത്താണ്ട് അവിടെ ഒച്ചം വിളിയും. ഞാൻ ജില്ലാ കമ്മിറ്റിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് വരാ. അവിടെ കേൾക്കുന്നുണ്ട് ഇവിടുത്തെ കരച്ചില്. അല്ല, സർലന്റെ വീട്ടിലാ ജില്ലാ കമ്മിറ്റിന്റെ മീറ്റിംഗ്. എന്റെ വീടിന്റെ 2ാമത്തെ ഗഡു കിട്ടിയില്ലല്ലോ. ഇല്ല. ശരിയാക്കി തരാം. സജിതേ, ഞാനാ മെമ്പർ സതീശൻ. മാറ് മെമ്പറേ, തുറക്ക് സൈതേ. എല്ലാം ഞാൻ ചവിട്ടി തുറക്കൂ. സൈതേ കുട്ടിയേട്ടനാ വിളിക്കുന്നേ. ബിജോ, മാല റെഡിയാക്കി വെച്ചോ. മാല റെഡിയാ. മെമ്പറെ ഉള്ളിൽ ആളുടെ ഇറക്കി വിടി. ഇങ്ങനത്തെ പരിപാടി ഒന്നും നടക്കൂല. സജിതേ, വാതിലോർക്ക്. തുറക്കെന്റെ പൊന്ന് സൈതേ. സജിതേ, ഒരൊറ്റ ഒന്നും എന്റെ കൊലയിൽ കയറി പോരുത്. ഇപ്പൊ ഇവിടെ ഇറങ്ങണം. എന്നാ പോന്നല്. അല്ല മെമ്പറേ, നിങ്ങൾ എങ്ങോട്ടേക്കാ? അല്ല, ജില്ലാ കമ്മിറ്റിന്റെ മീറ്റിംഗ്. സരളയൊക്കെ കിടന്നുറങ്ങി പോയിട്ടുണ്ടാവും. നിങ്ങൾ ആദ്യം ഇതിനൊരു തീരുമാനമാക്കി. നിങ്ങൾ ആളിറക്കി വിടി, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കയറൂ.
ആ നമ്മളെ ചെക്കനല്ലേ വിരിഞ്ഞിറങ്ങിക്കണേ. സംഗതി സക്സസ് ആയി പറ്റോ? ആ ഞാൻ പറഞ്ഞില്ലേ ഉള്ളിലൊരാളുണ്ടെന്ന്. ഇവൻ ഇവിടെ ഇടക്കിടക്ക് വരാറുണ്ട്. 3-4 ദിവസം മുമ്പേ ഇവൻ നട്ടപ്പാതിരക്ക് ഇറങ്ങി പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നിങ്ങളൊക്കെ എങ്ങനെ അത് കാണുന്നു? നിങ്ങൾക്ക് ഉറക്കൊന്നുമില്ലേ? എങ്ങനെയാ മെമ്പറെ ഉറക്കം കിട്ടുക? 2 പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടല്ലേ. എന്റെ ഒരു കണ്ണ് എപ്പോഴും ഇവിടെയാ. ഇയാൾ എന്ത് വർത്താനം പറയണേ? ഓ ഒന്നല്ല ഗൾഫിൽ നിന്നിട്ട് വന്നിട്ടേ ഉള്ളൂ. പിന്നല്ലാണ്ട് നിങ്ങൾ മോളെ വിളിക്കുന്നത്? ഓള് വിളിച്ചിട്ടാണോ വന്നത്? കല്യാണം ഇപ്പൊ നടത്തണോ? ഞങ്ങളിതാ മാല ഉണ്ടോന്ന്. അല്ലല്ലേ മോളാ? മോളെ വിളിക്കാനോ? ഞാൻ വിളിച്ചിട്ടാ ഇയാള് വന്നത്. 4 വർഷമായിട്ട് പ്രണയത്തിലാ. എന്റെ പൊന്ന് സജിതേ. അങ്ങനെയാണെങ്കിൽ ഇത് വാട്സപ്പ് പ്രണയാവൂലേ? എന്നെ മനസ്സിലായില്ലുണ്ട്. മോനെ അന്റെ പേര് പറയും. വിചിത്രൻ. തറവാട്ടും പേര്? അരിപ്പച്ചോട്ടിൽ സുമിത്രന്റെ മോൻ വിചിത്രൻ. 36 വയസ്സ്. അതെന്താണ്ടൊരു അര. സജിതേന്റെ അഡ്രസ് പറയും. വലവീശി പറമ്പിൽ തങ്കമണി. ആ അന്റെ പേര് സജിത എന്നല്ലേ? ഞാനല്ല. ആരെ ഇതോ? അല്ല, അനിയത്തിയ. അനിയത്തിയോ? മോളെ തങ്കമണി. ഏട്ടാ, അയ്യോ ഏട്ടനാ. 4 വർഷമായിട്ട് ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. ആ ഒന്ന് അടുത്ത് നിൽക്ക്. എന്തിന്? സ്മൈൽ. ആ പേപ്പർ കൊടുക്കാൻ മെമ്പറെ. പേപ്പർ കൊടുക്കാനില്ലെന്ന് പ്രസിഡന്റിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാനാ. നാളെ ഇങ്ങോട്ട് കേറി വരണ്ടല്ലോ. എല്ലാരും നോട്ട് നോക്കി. ആ ഇങ്ങനെ സദാചാര പോലീസ് കഴിഞ്ഞിട്ടേ ഇവിടെ ആരും കല്യാണം കഴിപ്പിക്കാൻ നോക്കണ്ട. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോണവനെ കല്യാണം കഴിപ്പിക്കാൻ നിൽക്കുക അവിടെ. ആ പരിപാടി ഇവിടെ നടക്കൂല. ഇനി സ്ഥിരമായിട്ട് ഇവിടെ വന്ന് പോകാലോ. കുണ്ടടാ മാല ഇതാണ്ട് കൊടുക്കാണ്ട വർത്താനം പറഞ്ഞിക്ക. ഇതാ പറ. ആ രവിയേ വാ. അന്നെ തന്നെ അങ്ങോട്ട് വാ. ഇനിയോ? വാ വാ. ആ പിടി ഓളെ കൊടുക്ക്. അവിടുത്തെ എന്നാ പിടി. ഇത് പിടി. അതും എൻ്റെ കയ്യില്. എനിക്ക് വേണ്ട. എന്നാ പിടിയടാ. വാങ്ങടാ. ഞാൻ കഴിക്കൂല. എന്നിട്ട് പിടിക്കടോ. എനിക്ക് കല്യാണം ഒന്നും വേണ്ട. അങ്ങോട്ട് കൊടുക്ക്. അങ്ങോട്ട്. ആ ആ, ആ. അങ്ങോട്ട് ഇടാ. അങ്ങോട്ട്. ശിവാട്ടാ, മാലടാ. ശിവാട്ടാ ഇങ്ങോട്ട് ഇരി. ചെക്കൻ ഞാൻ എന്ത് കഴിക്കൂല. ഇതെടാ മോനെ ഞാൻ അങ്ങോട്ട്. കഴിക്കുന്നില്ല. ഇതിപ്പോ ചക്കിന് വെച്ച് കൊക്കിന് കൊണ്ട്. ഇത് പണി പാളിയെന്നാ തോന്നുന്നത്. ഇന്ന് തന്നെ ആദ്യ രാത്രിയിലേക്ക് കിടക്കായിരിക്കില്ലേ? ഇനി അതന്നെയാ ശരി. ആ കൈ പിടിച്ചു കൊടുക്ക്. കയ്യാണ്ട് പിടിക്ക്. ആ അതന്നെ. അങ്ങനെ വാ വാ വാ. കൊണ്ടായി നടക്ക് നടക്ക്. അങ്ങനെ തന്നെ നടക്ക്. ചുറ്റൂടെ കൊണ്ട്. നല്ല വെറ്റ മക്കളെ. അനുഗ്രഹം തരാ പൈച്ചകള്. കൈ കൊണ്ട് കൊടുക്കടാ. അധികം നടന്നുകൊണ്ട്. ആ നമ്മൾ എല്ലാരും കൊണ്ട് പിരിഞ്ഞോളി. ഏതായാലും നല്ല കാര്യം നടത്താൻ. സന്തോഷം. പുറത്തിറങ്ങിയാലോ നമ്മളെ വെച്ചേക്കൊന്നുള്ള